ദേവപ്രശ്നവിധിയിൽ ഒരു പതിറ്റാണ്ട് മുന്നേ തന്നെ ഈ നടക്കാനിരുന്ന അനിഷ്ട സംഭവങ്ങൾ ഒരു മുന്നറിയിപ്പ് പോലെ അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യരുതെന്നും ഇനി ചെയ്തവർക്കൊക്കെ എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ അടിവരയിട്ട് പറഞ്ഞിരുന്നു. അതൊക്കെ അവഗണിച്ച് അയ്യപ്പഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവരൊക്കെ തന്നെ ജയിൽവാസം അനുഭവിക്കുമെന്ന് അടക്കം അന്ന് എടുത്തു പറഞ്ഞതാണ്. ആ ദൈവകോപം അശ്രദ്ധ കാണിക്കുന്ന ഏവർക്കും അവരുടെ തലയ്ക്ക് മുകളിലെത്തി നിൽക്കുമെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും പറഞ്ഞിട്ട് പോലും അതിനേതാനും വർഷങ്ങൾക്കിപ്പുറം ഇത്രയും വലിയ കൊള്ള കാട്ടിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതിനെ കൂട്ടുനിന്നവരെയും മാത്രമല്ല, അതിനെ ചുക്കാൻ പിടിച്ചവരും ഉന്നതരായിട്ടുള്ള എല്ലാവരെയും വേട്ടയാടുമെന്ന് തന്നെയാണ് ആ ദൈവകോപത്തിലൂടെ ദൈവഹിതത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലെത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ് 10 വർഷം മുന്നേ നടത്തിയ ദേവപ്രശ്നവിധിയിലെ പ്രവചനങ്ങൾ ഇന്ന് വലിയ ചർച്ചയാകുന്നത്. 12 വർഷം മുന്നേ 2014 നടത്തിയ ദേവപ്രശ്നത്തിൽ ശബരിമല ക്ഷേത്ര നടത്തിപ്പുകാർക്ക്, ശബരിമലയുമായി അടുത്ത് നിൽക്കുന്നവർക്ക് ജയിൽവാസം, അപായം, മാനഹാനി എന്നിവ ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന എടുത്തു പറയുന്നു ഈ വിഷയങ്ങൾ. ഇപ്പോഴത്തെ സ്വർണ്ണക്കൊള്ള കേസിൽ ഉന്നതർ ജയിലിലായതോടെ അന്ന് കണ്ടതൊരു പ്രവചനമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വൻ ദുരന്തങ്ങളുടെ ഒരു മുന്നറിയിപ്പായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ക്ഷേത്രകാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. അശ്രദ്ധ ഏതെങ്കിലും വിധേയനെ കാട്ടിയാൽ ദൈവകോപമുണ്ടാകുമെന്നായിരുന്നു അന്ന് ദേവപ്രശ്നത്തിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് നിന്നിട്ടും പല ആവർത്തിയാണ് കൊടുംകൊള്ള ശബരിമലയിൽ നടത്തിയത്. ഇനിയിപ്പോൾ കേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ CPM മാത്രമല്ല കോൺഗ്രസും പ്രതിരോധത്തിലാകുന്ന ചില സാഹചര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഉരുത്തിരിഞ്ഞു വന്നത്. അതിലും വ്യക്തമായ സൂചന ഇന്നിപ്പോൾ ലഭ്യമായിരിക്കുന്നു. ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് കാരണമായത് പഴയ കൊടിമരത്തിൽ അനധികൃതമായി പെയിന്റ് അടിച്ചതും അതിനുണ്ടായ ജീർണതയുമാണ്. ഇത് തെളിയിക്കുന്ന ദേവപ്രശ്ന വിധിച്ചാർത്ത് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കൊടിമരം മാറ്റാൻ തീരുമാനമെടുത്തത് MP ഗോവിന്ദൻ നായരുടെ കാലത്തെ ദേവസ്വം ബോർഡാണ്. ഇക്കാര്യം വ്യക്തമായതോടെ പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലെ ബോർഡിനെതിരെ കേസെടുക്കാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന ആക്ഷേപം അത് കൂടുതൽ ബലപ്പെടുകയാണ്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലഘട്ടത്തിലെ ബോർഡിന് പ്രശ്നമില്ല എന്ന് സാരം. ശബരിമലയുടെ അധികാരികൾക്ക് ജയിൽവാസം അടക്കം അന്നത്തെ ആ ദേവപ്രശ്നത്തിൽ വിധിച്ചിരുന്നുവെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കോൺക്രീറ്റ് കൊടിമരം എങ്ങനെ ചിതലിരിക്കും? ഈ ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അലയടിച്ചത്. കോൺക്രീറ്റ് കൊടിമരം ചിതലരിച്ചെന്നും തുരുമ്പെടുത്തെന്നും പറഞ്ഞ് പുതിയ കൊടിമരം സ്ഥാപിച്ചത് തന്നെ തട്ടിപ്പ് എന്ന രീതിയിലായിരുന്നു ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും പ്രചാരണം നടത്തിയത്. അത് നുണയാണെന്ന് തെളിയിക്കുന്ന ദേവപ്രശ്ന ചാർത്താണ് പുറത്തു വന്നത്. പ്രശസ്ത ജ്യോതിഷിമാരായിട്ടുള്ള ചെറുവള്ളി നാരായണൻ നമ്പൂരി, കൂറ്റനാട് രാവുണ്ണിപ്പണിക്കർ, തൃക്കുന്നപ്പുഴ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ദേവപ്രശ്നത്തിലായിരുന്നു കൊടിമരം മാറ്റണമെന്ന് നിർദ്ദേശിച്ചത്. അതിനുള്ള കാരണങ്ങളുമുണ്ട്. ഈ പറഞ്ഞതുപോലെ ചിതലെടുക്കുന്നതായിരുന്നില്ല. കൊടിമരത്തിൽ അനർഹമായ ലേപനം പൂശിയത് ദോഷമായി മാറി. അങ്ങനെ ജീർണതയുണ്ടായി. അനർഹമായ ലേപനമെന്ന് കണ്ടത് കൊടിമരത്തിലുണ്ടായ പൊത്തു മറയ്ക്കാൻ വേണ്ടി പെയിന്റ് അടിച്ചിരുന്നു. ഇത് കാരണം കോൺക്രീറ്റ് കൊടിമരം മാറ്റി പകരം തടി കൊണ്ടുള്ള കൊടിമരം വേണമെന്നായിരുന്നു ദേവപ്രശ്നത്തിലുണ്ടായ വിധി. അതോടെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യം, ഇതിൽ ദേവസ്വം ബോർഡിനോ തന്ത്രിക്കോ പങ്കില്ല എന്നുള്ളതാണ്. കൊടിമരം മാറ്റിയതിന് പിന്നിൽ കൃത്യമായി അയ്യപ്പൻ്റെ ദർശനം തന്നെയായിരുന്നു. ദേവപ്രശ്നം നടന്നത് 2014 ജൂൺ മാസം 14-ാം തീയതി. ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡായിരുന്നു അന്നുണ്ടായിരുന്നത്. അവരാണ് കൊടിമരം മാറ്റാൻ നടപടികൾ പിന്നീട് നടത്തിയത്. 16 മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും അടങ്ങിയ ബോർഡ് അധികാരമേറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ കൊടിമരം പുനഃപ്രതിഷ്ഠയ്ക്ക് പിന്നിൽ പ്രയാറിന് പങ്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രയാറിനെതിരെ നിരവധി ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടതുപക്ഷം ഉയർത്തിയിരുന്നു. അതൊന്നും തന്നെ നിലനിൽക്കില്ല, രാഷ്ട്രീയ പ്രേരിതമായ വേട്ടയാടലെന്ന് വ്യക്തമായിരിക്കുകയാണ്. 2017 ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള രാഷ്ട്രീയ നീക്കമെന്ന ആക്ഷേപം അത് ബലപ്പെടുന്നു. ഇതിനിടയിൽ പലവിധ വിഷയങ്ങൾ, അതിൽ കൗതുകകരമായി തന്നെ നോക്കിക്കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഒരു പതിറ്റാണ്ടിനിപ്പുറം സംഭവിച്ചിരിക്കുന്ന ഈ വിഷയങ്ങൾ അന്നേ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത്. 11 വർഷങ്ങൾ പിന്നിടുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ആ 10 പേർ ഇന്ന് ജയിലിലായിരിക്കുന്നു. അന്ന് ദേവപ്രശ്ന വിധിയിൽ പറഞ്ഞതുപോലെ ക്ഷേത്രവുമായി അടുത്ത് പ്രവർത്തിച്ചവരും നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടവരുമൊക്കെ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അഴിക്കുള്ളിലായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയപ്പോൾ ഉള്ളവരെ വേണ്ടത്ര പരിശോധനകളില്ലാതെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചത്, അവരെ അവിടെ സുപ്രധാന സ്ഥാനങ്ങളിൽ ഇരുത്തിയത്
ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴുണ്ടായ ദുഷ്പേരിനും മാനഹാനിക്കും കാരണമെന്ന് വിശ്വാസികൾ തന്നെ, ഭക്തർ തന്നെ വിശ്വസിക്കുന്നു. അയ്യപ്പൻ്റെ ചൈതന്യത്തിന് അഹിതമായ പലതും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അന്നത്തെ കണ്ടെത്തലുകൾ വിശ്വാസികളെപ്പോലും ഞെട്ടിച്ച സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മാനിക്കാതെ ഇനിയും മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഇതിനപ്പുറത്തേക്ക് സംഭവിക്കുമെന്ന് അയ്യപ്പൻ തന്നെ പറഞ്ഞു വയ്ക്കുന്നു. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി തന്ത്രിയിൽ നിന്നും ഇപ്പോൾ മന്ത്രിയിലേക്കാണ് അന്വേഷണം. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉള്ളതാണെന്നാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി പ്രതികരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. സംഭവം നടന്ന കാലയളവിൽ മന്ത്രിയായിരുന്നതിനാൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ താൻ പ്രതീക്ഷിച്ചതായിരുന്നു. ഹൈക്കോടതി നേരിട്ട് നിശ്ചയിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. ശരിയായ ദിശയിലാണ് ആ അന്വേഷണം പോകുന്നതെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. പക്ഷേ ഇതിലേക്ക് തൻ്റെ പേര് വലിച്ചിഴയ്ക്കുന്നത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ക്ഷേത്രങ്ങളിലെ ആഭരണങ്ങളുടെയോ സ്വർണത്തിൻ്റെയോ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് ദേവസ്വം മന്ത്രിക്ക് പരിധികളുണ്ട്. ഇത്തരം ഭരണപരമായ കാര്യങ്ങളിൽ മന്ത്രിക്ക് നേരിട്ട് പങ്കില്ലെന്നത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണെന്നും കടകംപള്ളി പറയുന്നു. ഉയർന്നു വന്ന ഓരോ ആരോപണങ്ങൾക്കും താൻ മുൻപ് കൃത്യമായി വിശദീകരണം നൽകിയിട്ടുണ്ട്. പുതുതായി പുറത്തു വരുന്ന വാർത്തകളിൽ ഇനിയും കൂടുതൽ വിശദീകരിക്കാൻ ഒന്നും തന്നെയില്ല. സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകൾ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് മുൻ മന്ത്രി തൻ്റെ നിലപാടെന്തെന്ന് പറഞ്ഞിരിക്കുന്നത്. അതേസമയം എൻ വാസു ആകട്ടെ അഴിക്കുള്ളിലായി ഏറെ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നു. എങ്ങനെയും പുറത്തിറങ്ങാൻ കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതി വരെ, സുപ്രീം കോടതി വരെ എത്തിയിരിക്കുന്നു. സുപ്രീം കോടതിയും ചാട്ടവാറെടുത്തടിക്കും പോലെയായിരുന്നു പ്രഹരം നൽകിയത്. എൻ വാസു കൊടുത്ത ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. വിശ്വാസി എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ ദൈവത്തെ വിറ്റ് കാശാക്കുന്നു, കൊള്ളയടിക്കുന്നു എന്നാണ് ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ആരാഞ്ഞത്. സ്വർണ്ണപ്പാളികളിൽ വീണ്ടും സ്വർണം പൂശുന്നത് എന്തിനാണെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. അന്വേഷണത്തിലെ പ്രധാന നടപടികളും തെളിവ് ശേഖരണവും ഉൾപ്പെടെ പൂർത്തിയായതിനാൽ ഇനി തന്റെ കസ്റ്റഡി അനിവാര്യമല്ല എന്നായിരുന്നു വാസുവിന്റെ വാദം. പ്രായവും ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയും ഒക്കെ പരിഗണിച്ച് ജാമ്യം നൽകണമെന്ന അപ്പീലായിരുന്നു സുപ്രീം കോടതിയിൽ നൽകിയത്. ഇതാണ് തള്ളിക്കളഞ്ഞത്. താൻ കമ്മീഷണർ മാത്രമായിരുന്നു എന്നാണ് വാസുവിന്റെ വാദം. എന്നാൽ കേസിൽ ഇടപെടുന്നില്ലെന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു കോടതി ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത്. കേസിന്റെ വഴിക്ക് പോകട്ടെ. 77 ദിവസം താൻ ജയിലിൽ കഴിയുന്നു. ആദ്യം ഹർജി പരിഗണിക്കാൻ ആവശ്യപ്പെട്ടെങ്കിൽ പോലും പിന്നീട് കോടതി അത് തള്ളിക്കളഞ്ഞു. ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. സീനിയർ അഭിഭാഷകനായിട്ടുള്ള ഷാജി പി ചാലിയാണ് അദ്ദേഹത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത്. 75 വയസ്സിലധികം തനിക്ക് പ്രായമായി 77 ദിവസത്തോളം ജയിലിൽ കഴിയുന്നു. വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്നുവെന്നും തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നില്ല എന്നുകൂടിയാണ് ഷാജി പി ചാലി എടുത്തു പറയുന്നത്. അതുകൊണ്ട് ശബരിമലയിലെ സ്വർണം പൂശലുമായി വാസുവിന് ബന്ധമില്ല. പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ചതുകൊണ്ട് വാസുവിന് ജാമ്യം നൽകണമെന്നാണ് അഭിഭാഷകന്റെ വാദം. എന്നാൽ വാസുവിന് ഒരു തരത്തിലും ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ജാമ്യം വേണമെങ്കിൽ അതിന് കീഴ്ക്കോടതികളെ പോയി സമീപിച്ചുകൊള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും മറുഭാഗത്ത് മുൻ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള KP ശങ്കരദാസും ഏറെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ശങ്കരദാസിനെതിരെയും ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. ശങ്കരദാസിന്റെ അസുഖം എന്താണ്? ഏതെങ്കിലും അസുഖത്തിന് ചികിത്സ കൊടുക്കുന്നുണ്ടോ? ജയിലിൽ പാർപ്പിച്ച് ചികിത്സ കൊടുക്കാൻ കഴിയുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉയർത്തിയത്. കാരണം ഒരാൾ പ്രതികർക്കപ്പെട്ടു, അറസ്റ്റ് പോലും ചെയ്യാതെ അന്വേഷണ സംഘം ഏറെക്കാലമായി വലയുന്നു. പിന്നീട് കോടതിയുടെ രൂക്ഷ വിമർശനം വന്നപ്പോൾ ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീടാണ് കോടതി ഇടപെടലുണ്ടായതും ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതും. വേണമെങ്കിൽ സർക്കാർ ചിലവിൽ ചികിത്സ നൽകാം. അസുഖമുണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പരിശോധന നടത്തണമെന്നാണ് ഹൈക്കോടതിയും പറഞ്ഞത്. അതിനുശേഷം അതിൻ്റെ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കണമെന്നും എടുത്തുകാട്ടി. കേസിൽ അറസ്റ്റ് ചെയ്തെങ്കിലും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശങ്കരദാസ് ചികിത്സയിൽ തുടർന്നതിനെയാണ് ശക്തമായി തന്നെ കോടതി വിമർശിച്ചത്. 14 ദിവസത്തേക്ക് ശങ്കരദാസിനെ റിമാൻഡ് ചെയ്തു. പക്ഷേ ഇപ്പോഴും ആശുപത്രിയിൽ. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് ശങ്കരദാസിന്റെ അറിവോടെയാണെന്നാണ് SIT കണ്ടെത്തിയത്. അങ്ങനെയാണ് ആശുപത്രിയിലെത്തി ശങ്കരദാസിനെ പോലീസ് റിമാൻഡ് ചെയ്തത്. പേരിന് വേണ്ടി മാത്രം. ബന്ധപ്പെട്ട രേഖകളിലൊക്കെ തന്നെ ശങ്കരദാസ് ഒപ്പിട്ടിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമെന്നാണ് SIT പറയുന്നത്. ആർക്കും തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല.